നീണ്ട 30 വർഷങ്ങളോളം MLA ആയും മന്ത്രിയുമായുമൊക്കെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ പാർലമെൻ്ററി രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ബാക്കിയാവുന്നത് കടവും ജപ്തി നോട്ടീസും മറ്റ് ബാധ്യതകളും ഒക്കെയാണ്. അദ്ദേഹം എടുത്ത 58 ലക്ഷം രൂപയുടെ വായ്പ മുടങ്ങിയതോടെ CH മുഹമ്മദ് കോയ പണിത നടക്കാവിലെ ക്രസൻറ്റ് ഹൗസ് എന്ന വീടിനാണ് ജപ്തി നോട്ടീസ് ലഭിച്ചത്. CHൻ്റെ ഖബറടത്തോട് ചേർന്നുള്ള ക്രസൻറ്റ് ഹൗസ് ലീഗിൻ്റെ പല നിർണായക തീരുമാനങ്ങൾക്കും ഒരു കാലത്ത് വേദിയായ സ്ഥലം കൂടെയാണ്. മുനീറിൻ്റെ പിതാവ് CH മുഹമ്മദ് കോയ മരിക്കുന്ന സമയത്തും സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. കടബാധ്യതകൾ അന്നും ഉണ്ടായിരുന്നു. അന്ന് പാർട്ടി ഇടപെട്ടാണ് ചില കടങ്ങൾ തീർത്തത്. സർക്കാരാണ് മകൻ മുനീറിനെ പഠിപ്പിച്ച് ഡോക്ടർ ആക്കാൻ സഹായിച്ചത്. ഇപ്പോഴത്തെ മുനീറിൻ്റെ ബാധ്യത കിഴക്കേ നടക്കാവിലെ ക്രസൻറ്റ് ഹൗസ് എന്ന വീട് പണയപ്പെടുത്തിയെടുത്ത 58 ലക്ഷം രൂപയാണ്. ഇത് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം 48 ലക്ഷം രൂപയായി തീരുമാനിച്ചിരുന്നു. പക്ഷേ അതും അദ്ദേഹത്തിന് അടച്ചു തീർക്കാൻ കഴിഞ്ഞില്ല. അതോടെയാണ് ഈ മാസം മാർച്ച് 31 മുമ്പ് ബാധ്യത തീർത്തില്ലെങ്കിൽ ജപ്തി അടക്കമുള്ള നടപടിയിലേക്ക് പോകേണ്ടി വരുമെന്ന് ബാങ്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നേരത്തെ കോഴിക്കോട് ജാഫർ ഖാൻ കോളനിയിലെ മുനീറിൻ്റെ മറ്റൊരു വീടും ജപ്തി ഭീഷണി നേരിട്ടിരുന്നു. തുടർന്ന് വിൽപ്പന നടത്തിയാണ് അതിൻ്റെ ബാധ്യത തീർത്തത്. എന്നാൽ ഇപ്പോഴത്തെ വീടിന് ജപ്തി നോട്ടീസ് ലഭിച്ചത് വ്യക്തിപരമായ വിഷയമാണെന്ന് ഡോക്ടർ MK മുനീർ പറയുന്നു. വീട് പുതുക്കി നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായാണ് ലോൺ എടുത്തതെന്നും എന്നാൽ ആ ലോൺ വിചാരിച്ച പോലെ തിരിച്ചടക്കാൻ തനിക്ക് കഴിഞ്ഞില്ല എന്നും മുനീർ പറയുന്നു. ബാങ്ക് പരമാവധി സമയം നീട്ടി നൽകിയിരുന്നു. ഇനി കൊടുക്കാനൊന്നുമില്ലാത്തത് കൊണ്ട് മറ്റ് മാർഗങ്ങൾ നോക്കണം. ആരെയും ഇതുവരെ ദ്രോഹിച്ചിട്ടില്ല. എന്തെങ്കിലും മാർഗമുണ്ടാകും. വ്യക്തിപരമായ വിഷയത്തിൽ പാർട്ടിയോട് സഹായം ചോദിക്കാറില്ല. നേതൃത്വം വിളിച്ചിരുന്നുവെന്നും എന്നാൽ ഓരോ വ്യക്തികളുടെയും ബാധ്യത പാർട്ടി ഏറ്റെടുക്കാൻ നിന്നാൽ ശരിയാവില്ലല്ലോ എന്നും കൂടെ മുനീർ ചോദിക്കുന്നു. എന്നാൽ MK മുനീറിൻ്റെ വീട് നഷ്ടപ്പെടുത്താൻ അനുവദിക്കില്ലെന്നും മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറിയും കോഴിക്കോട് സൗത്ത് മണ്ഡലം UDF സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു. മുനീർ സാഹിബിൻ്റെ സങ്കടം നമ്മളുടേത് കൂടെയാണ്. ആ സങ്കടം അവശേഷിക്കാൻ നമ്മൾ അനുവദിക്കില്ല. ക്രസൻറ്റ് ഹൗസ് എന്നത് ഡോക്ടർ MK മുനീർ സാഹിബിൻ്റെ മാത്രം വീടല്ല, അത് നമ്മൾ ഓരോരുത്തരുടെയും വീടാണ്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ലക്ഷോപലക്ഷം അണികളും നേതൃത്വം നൽകുന്ന ഈ പാർട്ടി മുനീർ സാഹിബിനെയും കുടുംബത്തെയും അവസാന ശ്വാസം വരെ അന്തസ്സോടെ സംരക്ഷിക്കും. ആ വീട് നഷ്ടപ്പെടുക എന്നല്ല, വീട് നഷ്ടപ്പെടുമെന്ന ചർച്ചയ്ക്ക് പോലും ഇനി പ്രസക്തിയില്ല. പിതാവിൻ്റെ പാതയിൽ കറകളഞ്ഞ പൊതുപ്രവർത്തകനാണ് പ്രിയപ്പെട്ട മുനീർക്ക എന്നും അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ആ ഫേസ്ബുക്ക് കുറിപ്പിൽ എഴുതിയിരുന്നു. ഡോക്ടർ MK മുനീർ സത്യസന്ധനായ മനുഷ്യനാണെന്ന് തോന്നിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ്റെ കൗശലമോ അല്ലെങ്കിൽ അഭിനയമോ ഒന്നും അദ്ദേഹത്തിൽ കണ്ടിട്ടില്ല. പല നേതാക്കളും രാഷ്ട്രീയം വഴി കോടികൾ സമ്പാദിക്കുമ്പോൾ സ്വന്തം വീട് ജപ്തി ചെയ്തു പോകുന്ന അവസ്ഥയാണ് MK മുനീറിൻ്റേത്. ഒരുപാട് അറിവുള്ള മനുഷ്യനാണ്. ഒട്ടേറെ പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ്. ഒരു പ്രസിദ്ധീകരണ സ്ഥാപനവും നടത്തുന്നുണ്ട്. കൂടാതെ മലയാളത്തിൽ ഇന്ത്യ വിഷൻ എന്നൊരു ചാനൽ തുടങ്ങിയ ആളാണ്. ആ ചാനൽ കാരണം അദ്ദേഹത്തിന് ഒരുപാട് പണം നഷ്ടമായിട്ടുണ്ട്. നികേഷ് കുമാർ, വീണ ജോർജ് എന്ന ഇടതുപക്ഷക്കാരൊക്കെ തലയെടുപ്പുള്ള മാധ്യമപ്രവർത്തകരായി മാറിയത് ഈ മുസ്ലിം ലീഗ് നേതാവിൻ്റെ ചാനലിൽ കൂടിയാണ്. ചില അപ്രിയമായ സത്യങ്ങളടങ്ങുന്ന വാർത്തകൾ നൽകിയതിൻ്റെ പേരിൽ ഈ ചാനലിനെതിരെ ലീഗ് നേതാക്കൾ തന്നെ പ്രശ്നം ഉണ്ടാക്കിയെന്നും പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ബാപ്പ CH മുഹമ്മദ് കോയയെക്കുറിച്ച് രാഷ്ട്രീയക്കാരും നാട്ടുകാരുമൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. അധികാരം ഒഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ സ്വന്തം വീട് പോലും കടബാധ്യതയിലായിരുന്നു. അന്ന് 100 രൂപ കടം മേടിച്ചാണ് അദ്ദേഹം നാട്ടിലേക്ക് വണ്ടി കയറിയത്. അങ്ങനെയുള്ള ഒരാളുടെ മകനാണ് MK മുനീർ. എന്നാലിപ്പോൾ ജപ്തി നടപടികൾ മാത്രമല്ല അദ്ദേഹത്തെ അലട്ടുന്നത്. പല ആരോഗ്യ പ്രശ്നങ്ങളും കൂടെ മുനീറിനുണ്ട്. എല്ലാത്തിൽ നിന്നും കരകയറാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.